Hello dear students, welcome to CBC Classroom. This is me Irfana from CBC Classroom. അപ്പോൾ നമ്മളിന്ന് കെമിസ്ട്രി ചാപ്റ്റർ 5 പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ക്ലാസ് എഴുതുമെന്ന് ഒരുപാട് സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റുകൾ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ബോർഡ് എക്സാമിന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഒരു സ്റ്റോറി പോലെ സിമ്പിളാക്കി ഇതിലെ ടോപ്പിക്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. ഒരു സ്റ്റോറി കേൾക്കുന്ന ലാഘവത്തോടെ ഇൻട്രസ്റ്റോടു കൂടി നിങ്ങൾ കേട്ടിരിക്കുക. ഈ സ്റ്റോറിയിലെ കീ പോയിന്റ്സ് ഒന്ന് ലെക്ചർ നോട്ടിൽ എഴുതി വെക്കുക. ടോപ്പിക്സ് മറന്നു പോകാതിരിക്കാൻ ഇന്ന് ഞാൻ പറയുന്ന ക്ലാസ് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി ലെക്ചർ നോട്ട് എഴുതി അതവിടെ നിർത്തി വെക്കരുത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്ലാസ് ഒന്നും ഓടിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ ഒന്നുകൂടി കേൾക്കുക. ഈ ലെക്ചർ നോട്ട് എക്സാം വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എക്സാമിന് പോയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. അത്രേ ഉള്ളൂ. എക്സാമിന് വരാവുന്ന ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്തവണ സിലബസ് റെഡ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ ചാപ്റ്ററിൽ കുറച്ച് പോർഷൻസ് ഒക്കെ ഡിലീറ്റഡ് ആണ്. എക്സാമിന് ഉള്ള പോർഷൻസ് നോക്കാം. അതുപോലെ തന്നെ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സിൻ്റെ ഒരു പാർട്ടും കൂടി നിങ്ങൾക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കും കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് ഫുൾ ആയിട്ടില്ലല്ലോ മിസ്സിൻ്റെ അടുത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തതെന്ന്. കാർബൺ ആൻഡ് കോമ്പൗണ്ട്സിൻ്റെ ലാസ്റ്റ് പാർട്ട് റെഡിയാണ്. അപ്ലോഡ് ചെയ്യുന്നതിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം. കാർബൺ ആൻഡ് കോമ്പൗണ്ട്സിലും കുറേ പോർഷൻസ് ഇത്തവണ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമിനുള്ള പോർഷൻസ് ഒരുവിധമൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാർബൺ ആൻഡ് കോമ്പൗണ്ട്സിനെ ബേസ് ചെയ്ത് ഒരു ക്ലാസ് കൂടി നാളെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാപ്റ്റർ ഏതാണ്? പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ഈ ചാപ്റ്റർ നമുക്ക് തകർത്ത് പഠിക്കാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് ഒരു ബെൽ ഷേപ്പിൽ ഒരു ഐക്കൺ കാണാം. ആ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം തന്നെ എന്താ? പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അപ്പോൾ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ഒരുപാട് സയന്റിസ്റ്റുകളും ഒരുപാട് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ട്. അതിൽ ചില അറ്റംപ്റ്റ്സും സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്ന ടോട്ടൽ 114 എലമെന്റ്സ് ആണ്. ഓക്കെ, അതായത് ഓരോ എലമെന്റ്സ് പണ്ട് കാലത്ത് ആദ്യം കുറച്ച് എലമെന്റ്സ് ആണ് കണ്ടുപിടിച്ചത്. പിന്നെ കുറച്ചേശ്ശെ ഓരോ സയന്റിസ്റ്റുകളാണ് കണ്ടുപിടിച്ച് അതിങ്ങനെ ആഡ് ചെയ്ത് വന്നു. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോഴും 114 ആണ് കിടക്കുന്നത്. പക്ഷെ ആക്ച്വലി 118 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ടിൽ ദിസ് ഡേറ്റ് 118 എലമെന്റ്സ് ആണ്. 118 എലമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്കിൽ 114 ആണ്. അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഇപ്പോൾ 118 എലമെന്റ്സ് ഉണ്ട്. പിന്നെ ഈ 118 എലമെന്റ്സിനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന 114 എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അത് നോക്കാം. ഈ 114 എലമെന്റ്സിനെ സയന്റിസ്റ്റുകൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എലമെന്റ്സിനെ കുറിച്ച് നമുക്ക് ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തണമെങ്കിൽ അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. ഇപ്പോൾ സയന്റിസ്റ്റുകൾ സിമിലർ പ്രോപ്പർട്ടീസ് വെച്ചിട്ടും അറ്റോമിക് മാസ് വെച്ചിട്ടും അങ്ങനെ പല ബേസിസിൽ ഈ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൽ ചില ഐറ്റംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പഠിക്കാനുള്ളത് ഡോബ്രെയ്നേഴ്സ് ട്രയാഡ്സ്. അതായത് ഡോബ്രെയ്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്സാമിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് ഡോബ്രെയ്നേഴ്സ് ട്രേഡ്. ഇത്തവണ ഈ ഒരു ചാപ്റ്ററിലെ കുറേ പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആകെ കുറച്ച് പോർഷൻസ് ഇത്തവണ എക്സാമിനുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. കാരണം എല്ലാം ചോദിക്കും. ആകെ കുറച്ച് പോർഷൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ എല്ലാ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ പഠിക്കണം. ഇപ്പോൾ ഡോബ്രെയ്നർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെയൊക്കെ സെയിം ഗ്രൂപ്പിലാക്കി. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലും സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് ആയിരിക്കും. അങ്ങനെ ഓരോ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് ഒരുപോലെ പ്രോപ്പർട്ടീസ് ഉള്ളതിനൊക്കെ ഒരു ഗ്രൂപ്പിലിടും. അടുത്ത കുറച്ച് എലമെന്റ്സ് എടുത്ത് അവരെ ഒരുപോലെ പ്രോപ്പർട്ടീസ് കാണുന്ന അടുത്ത കുറച്ച് എലമെന്റ്സിനെ എടുത്ത് വേറെ ഗ്രൂപ്പിലിടും. അങ്ങനെ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യും. അങ്ങനെ അദ്ദേഹം സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ചില ഗ്രൂപ്പിൽ ഓൺലി 3 എലമെന്റ്സേ ഉള്ളൂ. ചില ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഓൺലി 3 മെമ്പേഴ്സ് ആണ്.
അപ്പോൾ അദ്ദേഹം ട്രയാഡ്സ് എന്ന് നെയിം ചെയ്തു. ഓക്കെ, നമ്മൾ മലയാളത്തിൽ ത്രയം എന്നൊക്കെ പറയില്ലേ, 3 കവികളെ കവിത്രയം എന്നൊക്കെ പറയുന്ന പോലെ ത്രിമൂർത്തികൾ എന്നൊക്കെ പറയില്ല, നമ്മൾ ആ ഒരു ടേം തന്നെയാണ് ഇംഗ്ലീഷിൽ ട്രയാഡ്സ് എന്ന് പറയുന്നത്, 3 പേര്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ ചില ഗ്രൂപ്പിൽ ഓൺലി 3 മെമ്പേഴ്സ് ഉള്ളൂ എന്ന് നോട്ടീസ് ചെയ്തു. അങ്ങനെ ഈ 3 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ്സിനെ ഇദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ, ഈ ഒരു ട്രയാഡിലെ 3 എലമെന്റ്സിനെ ഇൻക്രീസിങ് അറ്റോമിക് മാസിൽ എഴുതുകയാണ്. അതായത് ഏറ്റവും ലോവസ്റ്റ് അറ്റോമിക് മാസ് ഉള്ളത് ഫസ്റ്റ്, പിന്നെ അറ്റോമിക് മാസ് ഉള്ളത് സെക്കൻഡ്, അടുത്തത് തേർഡ്. ഓക്കെ, 0, 1, 2 വേണ്ട, നമുക്ക് 1, 2, 3 ഈ ഓർഡറിൽ തന്നെ എടുക്കാം. ഒരു ട്രയാഡില് 3 എലമെന്റ്സ് എടുത്തിട്ട് അതിൽ ഏറ്റവും കുറവ് അറ്റോമിക് മാസ് വരുന്നതിന് ഫസ്റ്റ് എഴുതി, അതിലും കുറച്ചുകൂടി അറ്റോമിക് മാസ് കൂടുതലുള്ളതിന് സെക്കൻഡ് എഴുതി, അതിലും കുറച്ചുകൂടി കൂടുതലുള്ളതിന് തേർഡ് എഴുതി. അതായത് ഇൻക്രീസിങ് ഓർഡറിൽ. ഓക്കെ, ഇൻക്രീസിങ് ഓർഡറിൽ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ ട്രയാഡ്സിലെ 3 എലമെന്റ്സിനെ അദ്ദേഹം അറേഞ്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു, ഫസ്റ്റ് എലമെന്റിന്റെയും തേർഡ് എലമെന്റിന്റെയും അറ്റോമിക് മാസുകളുടെ ഏവറേജ് ആണ് സെക്കൻഡ് എലമെന്റിന്റെ അറ്റോമിക് മാസ്. അതായത് ഫസ്റ്റ് എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് A ആണെന്ന് കരുതുക, തേർഡ് അറ്റോമിക് മാസിന്റെ C ആണെന്ന് കരുതുക. ഓക്കെ, ഇത് ABC ഇങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ ABC ഇത് പറഞ്ഞത്. അതായത് ഫസ്റ്റ് എലമെന്റിന്റെ അറ്റോമിക് മാസ് A, സെക്കൻഡ് എലമെന്റിന്റെ അറ്റോമിക് മാസ് B, തേർഡ് എലമെന്റിന്റെ അറ്റോമിക് മാസ് C. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഡോബ്രൈനർ എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ A+C/2 ചെയ്യുമ്പോൾ കിട്ടുന്നതും ബിയും സെയിം ആണ്. അതായത് ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റിന്റെയും അറ്റോമിക് മാസുകളുടെ ഏവറേജ് എന്ന് പറയുന്നത് സെക്കൻഡിന്റെ അറ്റോമിക് മാസിന് തുല്യമാണ്. അതായത് ഫസ്റ്റിന്റെ അറ്റോമിക് മാസും തേർഡിന്റെ അറ്റോമിക് മാസും തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് /2 ചെയ്യുക. അതായത് അവരുടെ ഏവറേജ് കാണുക. ഏവറേജ് കാണുമ്പോൾ കിട്ടുന്നത് സെക്കൻഡിന്റെ അറ്റോമിക് മാസ് തന്നെയാണ്. ഓക്കെ, അതായത് the average atomic mass of first element and third element will be equal to the atomic mass of second element. ഫസ്റ്റിന്റെയും തേർഡിന്റെയും കണ്ടോ A+C/2, അതായത് എയുടെയും സിയുടെയും ആവറേജ് കാണുമ്പോൾ കിട്ടുന്നതും സെക്കൻഡ് എലമെന്റിന്റെ അറ്റോമിക് മാസും ബിയും രണ്ടും സെയിം ആയിരിക്കും. A+C/2. നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഒറിജിനൽ എക്സാമ്പിൾ ഇട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതായത് ഇത് ഇങ്ങനെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ചില ഗ്രൂപ്പുകളിൽ 3 എലമെന്റ്സ് വന്നു എന്ന് പറഞ്ഞില്ലേ, അതിലൊരു ഗ്രൂപ്പാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഈ 3 എണ്ണത്തിന്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഡോബ്രൈനേഴ്സ് ട്രേഡ് പഠിക്കാം. ഡോബ്രൈനേഴ്സ് ട്രേഡ് ചോദിക്കുമ്പോൾ എക്സാമിന് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നായിരിക്കും. ഇനി എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഡോബ്രൈനേഴ്സ് ട്രേഡ് എഴുതുമ്പോൾ അതിൻ്റെ ഒപ്പം എക്സാമ്പിൾ കൂടെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഡോബ്രൈനേഴ്സ് ട്രേഡിന് എക്സാമ്പിൾ ആണെന്ന് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അതുപോലെ തന്നെ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം. ഇങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. കണ്ടോ, ഇതൊക്കെ ഡോബ്രൈനേഴ്സ് ട്രേഡ് ആണ്. അതായത് ഫസ്റ്റ് എലമെന്റിന്റെയും തേർഡ് എലമെന്റിന്റെയും അറ്റോമിക് മാസുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് /2 ചെയ്യുമ്പോൾ, അതായത് അവരുടെ ആവറേജ് കാണുമ്പോൾ കിട്ടുന്നത് മിഡിലെ എലമെന്റിന്റെ അറ്റോമിക് മാസ് ആണ്. ഓക്കെ, അപ്പോൾ ഡോബ്രൈനേഴ്സ് ഇങ്ങനെ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത്, അതായത് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെയൊക്കെ ഡോബ്രൈനർ ഓരോ ഗ്രൂപ്പുകളിലാക്കി. അപ്പോൾ ചില ഗ്രൂപ്പുകളിൽ 3 മെമ്പേഴ്സേ ഉള്ളൂ. ആ 3 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പുകളെയാണ് ട്രയാഡ്സ് എന്ന് വിളിച്ചത്. അപ്പോൾ ഡോബ്രൈനേഴ്സിന് എക്സാമ്പിൾ ആണ് ഇതൊക്കെ. ഈ ഓരോ ഗ്രൂപ്പിലും പ്രോപ്പർട്ടി വെച്ചിട്ട് ഓരോ ഗ്രൂപ്പ് ആക്കിയപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഈ 3 എലമെന്റ്സേ വരുന്നുള്ളൂ. ഓക്കെ, ഈ എല്ലാ എലമെന്റ്സിലും ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലിക്കബിൾ ആണോ നോക്കാം. അതായത് ഫസ്റ്റിന്റെയും തേർഡിന്റെയും അറ്റോമിക് മാസിന്റെ ആവറേജ് കാണുമ്പോൾ മിഡിലെ കിട്ടുക എന്നുള്ളത്. ഇതൊക്കെ ഡോബ്രൈനേഴ്സ് ട്രേഡ് ആണ്. ഇതിൽ ഏതിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലിക്കബിൾ ആവുമെന്ന് നോക്കാം. ഇപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതിന്റെ അറ്റോമിക് മാസ് എന്താ വരുന്നത്? ലിഥിയം 6.9 അല്ലെ, സോഡിയം 23, പൊട്ടാസ്യം 39.
നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ബൈ ഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ കുറച്ചെണ്ണമൊക്കെ അറിഞ്ഞിരിക്കണം. സോഡിയം പൊട്ടാസ്യം ഒക്കെ അറിയുമായിരിക്കും, കാരണം സോഡിയം പൊട്ടാസ്യം ഒക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യേണ്ടി വരുന്നതാണ്. ഇതുപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചു വെക്കുക. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കേണ്ടതാണ് ഇതിൻ്റെയൊക്കെ അറ്റോമിക് മാസ് നമ്പറുകൾ. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെ ഒക്കെ ബൈ ഹാർട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഡോബ്രൈനേഴ്സ് ട്രേഡിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഈ 3 എക്സാമ്പിൾ എഴുതിയാലും ഏതെങ്കിലും ഒന്നില് ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തു വരും. അപ്പോൾ ഈ 3 അറ്റോമിക് മാസ് പഠിച്ചു വെക്കുക. ഓക്കെ, ലിഥിയം 6.9, സോഡിയം 23, പൊട്ടാസ്യം 39. 6.9 പ്ലസ് 39 ചെയ്യുമ്പോൾ ഈ 6.9 7 വെച്ച് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 46 അല്ലേ? 45.9 എന്നുള്ളത് നമുക്ക് റൗണ്ട് ചെയ്ത് 46 നൽകിക്കൂടെ? അതായത് 6.9 ആണെങ്കിൽ 7 റൗണ്ട് അപ്പ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ 6.9 പ്ലസ് 39 46. ഇനി ഇതിൻ്റെ ആവറേജ് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാ? 23. അതല്ലേ ഇവിടെ 23 കിടക്കുന്നത്. അതായത് ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അറ്റോമിക് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുമ്പോൾ, അതായത് ഇവരുടെ അറ്റോമിക് മാസുകളുടെ ആവറേജ് കാണുമ്പോൾ കിട്ടുന്നത് സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് ആണ്. ഈ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചാൽ മതി. 6.9 പ്ലസ് 39 ചെയ്യുമ്പോൾ 46 കിട്ടി. അതിൻ്റെ ആവറേജ് കാണാൻ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 23 കിട്ടി. 23 തന്നെയാണ് സോഡിയത്തിൻ്റെ, അതായത് മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് മാസ്. ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായല്ലോ. അപ്പോൾ ഡോബ്രൈനർ പറഞ്ഞത് ലിഥിയം സോഡിയം പൊട്ടാസ്യത്തിന്റെ കേസിൽ ഓക്കെയാണ്. ഇനി നമുക്ക് മറ്റൊരു 3 ട്രയൽസ് എടുക്കാം. ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. ഓക്കെ, ക്ലോറിൻ ബ്രോമിൻ അയഡിന്റെ കേസിലും ഇത് അപ്ലിക്കബിൾ ആണ്. ക്ലോറിന്റെ 35.5 ആണ്. അതുപോലെ തന്നെ ബ്രോമിന്റെ വരുമ്പോൾ 79.9, അയഡിൻ 126.9. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ വാല്യൂസ് ഒക്കെ ബൈ ഹാർട്ട് അടിക്കേണ്ടത്. വേണ്ട, ഡോബ്രൈനേഴ്സ് ട്രേഡിന് എക്സാമ്പിൾ ആയിട്ട് ഈ 3 ഇങ്ങനെ പഠിച്ചു വെക്കുക. അതായത് ലിഥിയം സോഡിയം പൊട്ടാസ്യം, കാൽഷ്യം സ്ട്രോൺഷ്യം ബാരിയം, അതുപോലെ തന്നെ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. ട്രയാഡ്സിന്റെ പേര് പഠിച്ചു വെക്കുക. അതിന് വാല്യൂസ് ഇതിന്റെ മാത്രം പഠിച്ചാൽ മതി. ഇത് എളുപ്പമല്ലേ? 6.9, 23, 39 ഒരെണ്ണത്തിന്റെ വാല്യൂസ് പഠിച്ചു വെക്കുക. ഈ ഒരു എക്സാമ്പിൾ മാത്രം കാണിക്കുക. ഓക്കെ, ഇതോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നത് ഇതാണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കൂടെ വെച്ച് പറയുന്നതാണ്. എക്സാമിന് ഡോബ്രൈനേഴ്സ് ട്രേഡ് ഈ 3 ഉള്ളൂ. ഡോബ്രൈനേഴ്സ് ട്രേഡ് ആയിട്ട് അതിലോട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ 3 പേര് എഴുതുക. വാല്യൂസ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരെണ്ണത്തിന് കാണിച്ചാൽ മതി. ഇതിന്റെ വാല്യൂസ് ഒന്നും ബൈഹാർട്ട് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ക്ലോറിൻ്റെ എത്രയാ? 35.5. അയഡിൻ്റെ എത്രയാ? 126.9. ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുമ്പോൾ, അതായത് ഈ മറ്റേ വാല്യൂസിന്റെ ആവറേജ് കാണുമ്പോൾ കിട്ടുന്നത് ഈ 79.9 തന്നെയായിരിക്കും. അതായത് ഫസ്റ്റ് എലമെന്റിന്റെയും തേർഡ് എലമെന്റിന്റെയും അറ്റോമിക് മാസുകളുടെ ആവറേജ് കാണുമ്പോൾ ഇവിടെയും മിഡിൽ എലമെന്റിന്റെ ആണ് കിട്ടുക. അപ്പോൾ ലിഥിയം സോഡിയം പൊട്ടാസ്യം ഈ കേസിൽ ഡോബ്രൈനറിന്റെ പ്രോപ്പർട്ടി അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ ക്ലോറിൻ ബ്രോമിൻ അയഡിന്റെ കേസിലും അപ്ലിക്കബിൾ ആണ്. ഈ കേസിലും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇതിന്റെ അറ്റോമിക് മാസ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒന്ന് നോക്കുക. ഈ 2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നില്ലേ, അതുപോലെ തേർഡ് വൺ ഒന്ന് ശ്രമിച്ച് നോക്കുക. കിട്ടിയില്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ഇതുകൂടി പറയാം. ഓക്കെ, കാൽഷ്യം സ്ട്രോൺഷ്യം ബാരിയം ഈ 3 അറ്റോമിക് മാസുകൾ ഒന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഫസ്റ്റിന്റെയും തേർഡിന്റെയും ആഡ് ചെയ്ത് ബൈ 2 ചെയ്യുമ്പോൾ, അതായത് ആവറേജ് കാണുമ്പോൾ കിട്ടുന്നത് സ്ട്രോൺഷ്യത്തിന്റെ എന്നെങ്കിലും നോക്കുക. ആണ് അതൊന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഡോബ്രൈനേഴ്സ് ട്രേഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. പക്ഷേ ഈ ഡോബ്രൈനർ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ടൈമിൽ ഈ 118 എലമെന്റ്സ്, ഇപ്പോൾ ടോട്ടൽ 118 എലമെന്റ്സ് ഉണ്ടല്ലോ, ഈ 118 എലമെന്റ്സും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന 114 എലമെന്റ്സും കണ്ടുപിടിച്ചിട്ടില്ല. ആകെ കുറച്ച് എലമെന്റ്സ്, കൃത്യമായിട്ട് നമ്പർ പറയുന്നില്ല, പക്ഷേ ഡോബ്രൈനർ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ടൈമിൽ ആകെ കുറച്ച് എലമെന്റ്സേ നോൺ എലമെന്റ്സ് ആയിട്ടുള്ളൂ. ആ എലമെന്റ്സിനെ തന്നെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തപ്പോൾ ഈ 3 മാത്രമേ ഇങ്ങനെ ട്രയാഡ്സ് ആയിട്ട് കിട്ടിയുള്ളൂ. ബാക്കി എലമെന്റ്സിന്റെ കേസിലൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല. ആകെ ഈ പറയുന്ന 9 എലമെന്റ്സിനെ മാത്രമേ ട്രയാഡ്സ് ആക്കാൻ പറ്റുള്ളൂ. ബാക്കി എലമെന്റ്സിനെ ഒന്നും ട്രയാഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി അപ്ലിക്കബിളും അല്ല. അപ്പോൾ ഡോബ്രൈനർ കണ്ടുപിടിച്ച ഈ ക്ലാസിഫിക്കേഷൻ എല്ലാ എലമെന്റ്സിനും അപ്ലിക്കബിൾ അല്ല.
സോ ദിസ് വാസ് നോട്ട് യൂസ്ഫുൾ. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡോബ്രൈനർ ട്രേഡ് എന്തുകൊണ്ടാണ് യൂസ്ഫുൾ അല്ലാതിരുന്നത്? എന്തുകൊണ്ടാണ് അതിന് ലിമിറ്റേഷൻസ്? എന്താണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ്? ഡോബ്രൈനർ ട്രേഡ് പോരാ, അത്ര പോരാ എന്ന് തോന്നിയതുകൊണ്ടാണ് വേറെ സയന്റിസ്റ്റുകൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേറെ കാര്യങ്ങൾ കൊണ്ടുവന്നത്. ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് ഡോബ്രൈനറിന്റെ, അത് സക്സസ്ഫുൾ ആയില്ല. അത് സക്സസ്ഫുൾ ആവാത്തതിന്റെ റീസൺ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഡോബ്രൈനർ ട്രേഡ് എന്താണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഈ 3 എക്സാമ്പിൾസ് പറയാം. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്ത ഈ ഒരു പ്രോപ്പർട്ടി പറയും. പ്രോപ്പർട്ടി ഈ ഒരു എക്സാമ്പിൾ കാണിക്കാം, അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ കാണിക്കാം. അതിനുശേഷം പറയാം അദ്ദേഹം അന്ന് എത്ര എലമെന്റ്സ് നോൺ ആയിരുന്നോ അത്രയും എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആകെ ഈ 3 ട്രയാഡ്സ് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയുള്ള എലമെന്റ്സിൽ ഈ പറയുന്ന പ്രോപ്പർട്ടി അപ്ലിക്കബിൾ അല്ല. ബാക്കിയുള്ള എലമെന്റ്സിൽ ഇതുപോലെ ട്രയാഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. That means this was not applicable to all the elements. So this was not useful. Okay. ഇതാണ് ഡോബ്രൈനർ ട്രേഡിന്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. അതുകൊണ്ട് മറ്റ് സയന്റിസ്റ്റുകൾ വേറെ ക്ലാസിഫിക്കേഷൻ നടത്തി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഡോബ്രൈനർ ട്രേഡ്സിന്റെ ലിമിറ്റേഷൻ കാരണം വേറൊരു സയന്റിസ്റ്റ് വേറൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ നോക്കി. ഡോബ്രൈനർക്ക് ശേഷം എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ജോൺ ന്യൂലാൻഡ്സ്. ഓക്കെ, ജോൺ ന്യൂലാൻഡ്സ്. അദ്ദേഹത്തിന്റെ ലോ ആണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോബ്രൈനർ 1817 ശ്രമം നടത്തിയത് അല്ലേ? കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 1866 ആയപ്പോഴാണ് നമ്മുടെ ന്യൂലാൻഡ് ഒരു ശ്രമം നടത്തുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഇൻക്രീസിങ് അറ്റോമിക് ഓർഡറിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്ന സ്റ്റോറിയുടെ കീ പോയിന്റ്സ് ആണ് കേട്ടോ ഇവിടെ എഴുതിയിടുന്നത്. അപ്പോൾ ന്യൂലാൻഡ് എന്ത് ചെയ്തു? ഇൻക്രീസിങ് ഓർഡർ, അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്ന ടൈമിൽ ആകെ 56 എലമെന്റ്സേ നോൺ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ആദ്യം ഫസ്റ്റ് എലമെന്റ്, അതായത് അറ്റോമിക് മാസ് ഏറ്റവും കുറഞ്ഞ എലമെന്റ് എടുത്തു. ഏതാ? ഹൈഡ്രജൻ. ഈ അന്നത്തെ കാലത്ത് നോൺ ആയിട്ടുള്ള 56 എലമെന്റ്സിൽ ഏറ്റവും കുറവ് അറ്റോമിക് മാസ് 1 ഉള്ളത് ഏതിനായിരുന്നു? ഹൈഡ്രജൻ. അപ്പോൾ അദ്ദേഹം ആദ്യം ഹൈഡ്രജൻ എടുത്തു. പിന്നെ ഏറ്റവും ഹയസ്റ്റ് അറ്റോമിക് മാസ് വന്നത് തോറിയത്തിനാണ്. 56ാമത്തെ 56th എലമെന്റ് ആയിട്ടുള്ളത് തോറിയത്തിനെ എടുത്തു. ആദ്യം ഹൈഡ്രജനെ എടുത്തു, അതിൽ കൂടുതൽ അറ്റോമിക് മാസ് ഉള്ളത് എടുത്തു, പിന്നെ തേർഡ് വൺ എടുത്തു, ഫോർത്ത് വൺ എടുത്തു. അങ്ങനെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഓരോ എലമെന്റ്സിനെ എടുത്തെടുത്ത് 56th വന്നത് ഏതാണ്? തോറിയം. ഓക്കെ, അങ്ങനെ 56 എലമെന്റ്സ് നോൺ ആയിട്ടുള്ളൂ. ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരു എലമെന്റ് കഴിഞ്ഞ് പിന്നെ വരുന്ന 8th എലമെന്റ്, ഇങ്ങനെ ഇൻക്രീസിങ് അറ്റോമിക് മാസ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഒരു എലമെന്റ് കഴിഞ്ഞ് പിന്നെ വരുന്ന 8th എലമെന്റിന് ഈ ഫസ്റ്റ് എലമെന്റിനായിട്ട് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 8th കഴിഞ്ഞാൽ പിന്നെ വരുന്ന 16th, അതായത് ഒരു 8 കഴിഞ്ഞ് വരുന്ന ഓരോ എലമെന്റ്, ഒരു എലമെന്റ് കഴിഞ്ഞ് പിന്നെ 8ാമത് വരുന്നത് ഏത് എലമെന്റ് ആണോ ആ എലമെന്റിന് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 8th എലമെന്റിന് ഈ ഫസ്റ്റ് എലമെന്റുമായിട്ട് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെ അദ്ദേഹം കണ്ടെത്തി. അത് അദ്ദേഹം മ്യൂസിക് ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പഠിച്ചവർക്ക് അറിയാം. മ്യൂസിക്കിൽ നമ്മൾ സരി ഗമ പദ നിസ അല്ലെ, സപ്തസ്വരങ്ങളുണ്ട്. അപ്പോൾ സരി ഗമ പദ നി അത്രയും വന്നു കഴിഞ്ഞാൽ 7th നോട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 8th നോട്ട് വീണ്ടും സാ ആണ് അല്ലെ. തിരിച്ചു പറയുകയാണെങ്കിലും സാനിധാപ്പ മകരീസ പറയുമ്പോഴും സാനിധാപ്പ മക അത്രയും കഴിഞ്ഞ് പിന്നെ വരുന്ന 8th ഏതാ? സാ അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ഫസ്റ്റ് നോട്ട് കഴിഞ്ഞ് 7 നോട്ട്സ് കഴിഞ്ഞാൽ 8ാമത് വരുന്നത് വീണ്ടും സാ ആണ്. തിരിച്ചെടുക്കുമ്പോഴും സനിധപ്പ മക ആണെങ്കിലും പിന്നെ വരുന്ന മകരി സാ അല്ലെ. ബാക്കിലേക്ക് വരുമ്പോഴായാലും ഫ്രണ്ടിലേക്ക് പോകുമ്പോഴായാലും ഫസ്റ്റ് 1 കഴിഞ്ഞാൽ 8th 1 വരുന്നത് വീണ്ടും സാ. ഇവിടെ സാ തുടങ്ങിയാൽ വീണ്ടും സാ തുടങ്ങി. ഇങ്ങനെയാണെങ്കിലും 7th നോട്ട് കഴിഞ്ഞ് 8th വീണ്ടും സാ ആണ്. അതായത് ആദ്യത്തത് കഴിഞ്ഞ് 8ാമത്തത് വീണ്ടും വരുന്നത് ഫസ്റ്റിനോട് റിസംബിൾ ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ അപ്പോൾ അദ്ദേഹം മ്യൂസിക്കിലെ ഈ പറയുന്ന സപ്തസ്വരങ്ങൾ പ്ലസ് 8ാമത് വരുന്നത് വീണ്ടും ഫസ്റ്റ് 1 ആണ്. മ്യൂസിക് നോട്ട്സിലെ ഒക്ടേവ്സിനോട് അദ്ദേഹം എന്ത് ചെയ്തു? നമ്മളുടെ ഈ എലമെന്റ്സിനെ കമ്പയർ ചെയ്തു. അതായത് എലമെന്റ്സ് 56 എലമെന്റ്സിനെ ഇൻക്രീസിങ് അറ്റോമിക് മാസിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോൾ ഓരോ എലമെന്റിനും
അത് കഴിഞ്ഞിട്ട് എട്ടാമത് വരുന്ന എലമെന്റുമായിട്ട് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ന്യൂലാൻഡ് മ്യൂസിക്കിന്റെ ഒക്ടേവ്സുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞത്. ജോൺ ന്യൂലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പറയാം ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചോദിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക് ചോദിക്കുമ്പോൾ ഒന്ന് പറയേണ്ടത് അദ്ദേഹം ഇൻക്രീസിങ് അറ്റോമിക് മാസിന്റെ ഓർഡറിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. അദ്ദേഹം ഫസ്റ്റ് എടുത്തത് ഏറ്റവും കുറവ് അറ്റോമിക് മാസുള്ള ഹൈഡ്രജൻ ആണ്. അന്നത്തെ കാലത്ത് ആകെ 56 എലമെന്റ്സ് നോൺ ഉള്ളൂ. അപ്പോൾ അതിൽ ഹയസ്റ്റ് തോറിയോ ആയിരുന്നു. അപ്പോൾ 56 എലമെന്റ് ആയിട്ട് തോറിയോ ആണ് എടുത്തത്. അങ്ങനെ എടുത്തപ്പോൾ അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു കാര്യം നോട്ട് ചെയ്തു. ഓരോ ഫസ്റ്റ് എലമെന്റും പിന്നെ വരുന്ന 8th എലമെന്റിനായിട്ട് സിമിലർ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അദ്ദേഹം അത് മ്യൂസിക്കിലെ ഒക്ടേവ്സിനായിട്ട് കണക്ട് ചെയ്തു. അതാണ് ഈ സരിഗമ പദനീസ പറഞ്ഞത്. പദനി 7 നോട്ട്സ് കഴിഞ്ഞ് 8ാമത് വരുന്നത് വീണ്ടും സ ആണ്. അപ്പൊ ഇതേപോലെ മ്യൂസിക്കിൽ ഇതുമായിട്ട് അദ്ദേഹം എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനെ കമ്പയർ ചെയ്തു. അതുകൊണ്ടാണ് ഈ പേര് പറയുന്നത്. പിന്നെ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സിന് എക്സാമ്പിൾ ഒന്ന് ലിഥിയം, സോഡിയം. ലിഥിയം കഴിഞ്ഞ് പിന്നെ 8ാമതാണ് സോഡിയം വരുന്നത്. ലിഥിയത്തിനും സോഡിയത്തിനും എന്താ സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ ബെറീലിയം കഴിഞ്ഞ് 8ാമതാണ് മാഗ്നീഷ്യം വരുന്നത്. ബെറീലിയവും മാഗ്നീഷ്യവും റിസംബിൾ ചെയ്യുന്നുണ്ട്, അവർക്ക് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സിന് എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെ പഠിക്കാം? ലിഥിയവും സോഡിയവും അതുപോലെ തന്നെ ബെറീലിയവും മാഗ്നീഷ്യവും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി ഉണ്ട്, അത് നോക്കാം. അങ്ങനെ ന്യൂലാൻഡ് എന്ത് ചെയ്തു? ഓരോ എലമെന്റും കഴിഞ്ഞ് 8th വരുന്ന എലമെന്റിന് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് കണ്ടു. അങ്ങനെ സിമിലർ പ്രോപ്പർട്ടീസ് വരുന്നതിനൊക്കെ ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചു. ഹൈഡ്രജൻ, ഫ്ലോറിൻ, ബ്രോമിനൊക്കെ ഒരു ഗ്രൂപ്പിൽ വന്നു. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അതുപോലെ തന്നെ കോപ്പർ, റുബീഡിയം ആണ് കേട്ടത്, ഇതൊക്കെ ഒരു ഗ്രൂപ്പിൽ വന്നു. അതുപോലെ തന്നെ ബെറീലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സിങ്ക്, സ്ട്രോൺഷ്യം, ഇതൊക്കെ ഇങ്ങനെ ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്ത എലമെന്റ്സിൽ ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് ക്ലാസിഫൈ ചെയ്തപ്പോൾ ഇതൊക്കെ ഒരു ഗ്രൂപ്പിൽ വന്നു. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കാൽഷ്യത്തിന് ശേഷം വരുന്ന എലമെന്റ്സിനൊന്നും പിന്നെ 8th എലമെന്റിന് ഫസ്റ്റ് എലമെന്റിനായിട്ട് റിസംബിൾ ചെയ്യുന്നില്ല. അതായത് ഈ ഒരു പ്രോപ്പർട്ടി കാൽഷ്യം വരെ എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ. കാൽഷ്യത്തിന് ശേഷം നമ്മൾ ഇൻക്രീസിങ് അറ്റോമിക് മാസിന്റെ ഓർഡറിലാണല്ലോ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ കാൽഷ്യത്തിന് ശേഷം വരുന്ന എലമെന്റ്സ് ഒന്നും ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഫസ്റ്റ് എലമെന്റും 8th എലമെന്റും തമ്മിൽ റിസംബിൾ ചെയ്യുന്നില്ല. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നില്ല. അപ്പൊ അതായത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ് എന്ന് പറയുന്നത് കാൽഷ്യം വരെ ആദ്യത്തെ കുറച്ച് എലമെന്റ്സിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, എല്ലാ എലമെന്റ്സിനും അപ്ലിക്കബിൾ അല്ല. അപ്പൊ ഇതും യൂസ്ഫുൾ അല്ല. കാരണം നമുക്ക് എലമെന്റ്സിനെ എല്ലാത്തിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. ഇത് കാൽഷ്യം വരെ ഇത് അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അപ്പോൾ ന്യൂലാൻഡ്സ് ഒക്ടേവ്സിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ അടുത്തൊരു സയന്റിസ്റ്റ് അടുത്തത് കണ്ടുപിടിക്കാൻ വന്നത്. നമ്മുടെ ഡോബ്രെയിനർ ആദ്യം അറ്റംപ്റ്റ് ചെയ്തു, അത് സക്സസ്ഫുൾ ആവാത്തത് കൊണ്ടാണ് നമ്മൾ ന്യൂലാൻഡ് അറ്റംപ്റ്റ് ചെയ്ത്. ന്യൂലാൻഡിന്റെ അറ്റംപ്റ്റും മുഴുവനായിട്ട് സക്സസ്ഫുൾ ആയില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അടുത്ത സയന്റിസ്റ്റുകൾക്ക് വരേണ്ട വന്നത്. അപ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡോബ്രെയിനർ ട്രയാഡ്സും അതുപോലെ തന്നെ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സും. ഇത് രണ്ടും ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഈ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത് ലൈറ്റർ എലമെന്റ്സിന്, അതായത് ചെറിയ എലമെന്റ്സിന്, ആദ്യത്തെ കുറച്ച് എലമെന്റ്സിന് അപ് ടു കാൽഷ്യം മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ചോദിക്കാം, അത് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, എന്താണ് അതിന്റെ ലിമിറ്റേഷൻ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ആകെ 2 ടോപ്പിക്കേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ 2 ടോപ്പിക്കും എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാലും ഈ 2ഉം സ്കിപ്പ് ചെയ്യാതെ മസ്റ്റ് ആയിട്ട് പഠിക്കണം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴത്തെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ക്ലാസ്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.